അപ്പൊ ഇന്നത്തെ സുവിശേഷത്തിൽ കടുകുമണിയുടെ ഉപമയാണ് ഇന്നലെ രാത്രി നമ്മൾ വിചിന്തനം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒന്നാം വായനയിൽ രണ്ട് തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഹെബ്രായ ലേഖകൻ പറയുകയാണ്. ഒരു കൂട്ടം ആളുകൾ അവർ വിശ്വസിക്കുന്നു, കുറച്ചു നാൾ ഇങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. കുറച്ചു നാൾ കഴിയുമ്പോൾ അവർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നു. ഇനി വിശ്വസിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ഇത്രയും നാളൊക്കെ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് അവർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നു. അപ്പോൾ ലേഖകൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയാണ്, അങ്ങനെ പിന്മാറി നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടതകളുണ്ടായി, പരാജയങ്ങളുണ്ടായി, അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്ന കൂട്ടർ ഒരു വശത്ത്, മറ്റൊരു കൂട്ടർ അവരും വിശ്വസിക്കുന്നു, അവരും പ്രാർത്ഥിക്കുന്നു, പക്ഷെ അവർക്കും കഷ്ടതകൾ ഉണ്ടാകുന്നു. അവർക്ക് ആദിമസഭയിൽ നമുക്കറിയാം, അവരുടെ പണം അപഹരിക്കപ്പെട്ടു. ക്രിസ്ത്യാനികളാണ് എന്നതിന്റെ പേരിൽ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു, അവരുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കപ്പെട്ടു. പക്ഷെ പലരും കൊല്ലപ്പെട്ടു, ഭർത്താവ് കൊല്ലപ്പെട്ടു, മക്കള് കൊല്ലപ്പെട്ടു. എങ്കിലും പിന്മാറാതെ സ്ഥിരതയോടെ നിൽക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യും. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, നമ്മൾ ആരുടെ കൂട്ടത്തിലാണ്? പിന്മാറി ആദ്യമുണ്ടായിരുന്ന ആ സമർപ്പണത്തിൽ നിന്ന് പിന്മാറി നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണോ, അല്ലെങ്കിൽ ആ കമ്മിറ്റ്മെന്റിൽ, സമർപ്പണത്തിൽ നിലനിന്നുകൊണ്ട് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്? ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഇതാണ്, പല സന്ദർഭങ്ങളിലും നമ്മുടെ ആദിമസഭയിൽ മാത്രമല്ല, നമുക്കൊക്കെ പലപ്പോഴും വിശ്വാസത്തിൽ നിലനിന്നിങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണും, ചിലപ്പോ പ്രാർത്ഥിക്കാത്തവർക്കാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുക. നമ്മൾ നോക്കുമ്പോ ഒരു കൊച്ചു പറഞ്ഞ പോലെ, അച്ഛൻ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷ എഴുതിയത്, എന്റെ കൂട്ടുകാരികൾ തരികിട പിള്ളേരായിരുന്നു, അവരൊക്കെ ജയിച്ചു, ഞാൻ മാത്രം തോന്നി. അപ്പൊ പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ലേ ലാഭമെന്ന് തോന്നുന്ന ചില പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ ആത്മാവ് നമുക്കൊരു വെളിച്ചം തരികയാണ്. പിന്മാറി നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, സ്ഥിരതയോടുകൂടെ നിന്ന് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി. കണ്ണുകളടക്കാം. ഇന്ന് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഒത്തിരിയേറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ യുവാക്കളെ ഒരുമിച്ച് കൂട്ടി ദൈവത്തിന്റെ യുവാക്കളാക്കി, ദൈവത്തിനു വേണ്ടി ഒരു യുവത്വം, ക്രിസ്തുവിന് വേണ്ടി യുവത്വം സമർപ്പിക്കുന്നതിന് മക്കളെ ഒരുമിച്ച് കൂട്ടിയ ആ വിശുദ്ധന്റെ ഓർമ്മയുള്ള ഈ ദിവസം സ്ഥിരതയോടുകൂടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നതിന് അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, അവയെ പ്രത്യാശയുടെ വെളിച്ചം കൊണ്ട് നേരിടാൻ കൃപയാചിക്കാം. അനുദിന ജീവിതത്തിൽ ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അനുദപിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ.